ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നല്ല ഈസിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് പുളിപ്പില്ലാത്ത തൈര് നിർബന്ധമായി എടുക്കണം. പിന്നെ ജാമാണ് എടുത്ത് വെച്ചത്, ചെറിയുടെ ജാമാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ കോൺഫ്ലേക്സ്, കുറച്ച് നട്ട്സ് അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ട്. പിന്നെ സ്ട്രോബെറിയുടെ പ്യൂറി, പിന്നെ വാനില ഐസ്ക്രീമുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടിയും വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിളാണ്. ആപ്പിൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കേട് നമ്മുടെ ജാമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് മിക്സ്ഡ് ഫ്രൂട്ട് ജാമോ അല്ലെങ്കിൽ പൈനാപ്പിൾ ജാമോ ഏത് ജാമാണെങ്കിലും സാരമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കേടിൽ മിക്സ് ചെയ്തെടുത്താൽ നമുക്കൊരു എന്താ പറയുക ഫ്രൂട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള കേട് കിട്ടും. എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുമെങ്കിൽ ആ കേടാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ചെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു കേട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ മേൽഭാഗവും താഴ്ഭാഗവും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഇതേപോലത്തെ കിട്ടിയാൽ മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. അല്ലാന്നാണെങ്കിൽ ഗ്ലാസ് ഷീറ്റ് കിട്ടുവാണെങ്കിൽ അത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നട്ട്സും കോൺഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നട്ട്സും കോൺഫ്ലേക്സും ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറി ജാം മിക്സ് ചെയ്ത് വെച്ച കേടുണ്ടല്ലോ, അതാണ് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഞാൻ വാനില ഐസ്ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക, അതായത് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സ്ട്രോബെറിയുടെ പ്യൂറി ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രൂട്ടിൻ്റെ മേലെ ആ സ്ട്രോബെറി പ്യൂറി ഇടുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് വീണ്ടും ആ ഐസ്ക്രീം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഐസ്ക്രീം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കോൺഫ്ലെക്സ് നട്ട്സ് മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫില്ലായി. അപ്പോൾ ഇതാ ഇനി നമ്മുടെ ഈ ബെറിയപ്പ് എന്ന് പറയുന്ന അപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് മെല്ലെ ഒന്ന് പൊക്കിയെടുക്കുക. അപ്പോൾ ആ പൊക്കിയെടുത്ത് വീഴുന്ന കാണാനാണ് ഒരു ഭംഗി ഉണ്ടാകുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒരു പുളിപ്പ്, മധുരം, അതേപോലെ ആ ഫ്രൂട്ട്സും കോൺഫ്ലെക്സും നട്ട്സ് എല്ലാം കടിക്കാൻ കിട്ടുന്നതെല്ലാം നല്ല ടേസ്റ്റാണ്. നമ്മളൊരു ഫലൂദയെല്ലാം കഴിക്കൂലേ, ആ ഒരു പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.